തെരുവ് നായ്ക്കളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശില്പ നിർമ്മാണത്തിലൂടെ ബോധവൽക്കരണം നടത്തുന്ന കഞ്ഞിക്കുഴി സ്വദേശി ശ്രദ്ധേയനാവുന്നു. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറായ സോണിയാണ് ശില്പ നിർമ്മിതിയിലൂടെ ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നത്. നായ്ക്കളുടെ കടിയേറ്റാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേറിട്ട കാഴ്ചയൊരുക്കുകയാണ് മുഹമ്മ സ്വദേശിയായ സോണി. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് സോണി. ഇദ്ദേഹം ശില്പങ്ങളുടെ സഹായത്തോടെയാണ് ബോധവൽക്കരണം ഒരുക്കുന്നത്. സോണി ഒരുക്കുന്ന സ്റ്റാളിൽ കാൽകുത്തുന്നവർ ഉടൻ തന്നെ ഭയത്തോടെ പിന്തിരിയും. ശൗര്യമുള്ള നായയുടെ കുരയാണ് സന്ദർശകരെ വരവേൽക്കുക. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്ത നായയുടെ ശില്പത്തോടൊപ്പം തന്നെയാണ് നായയുടെ കുരയും റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുള്ളത്. നായയെ മാത്രമല്ല പൂച്ചയുടെ രൂപവും ഇങ്ങനെ സജ്ജമാക്കിയിട്ടുണ്ട്. കടിയേറ്റ മനുഷ്യന്റെ ശില്പമാണ് സോണി ഒരുക്കുന്ന സ്റ്റാളിൻ്റെ പ്രധാന ആകർഷണം. കടിയേറ്റ ഭാഗം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുന്ന രീതിയിലാണ് യുവാവിൻ്റെ രൂപം ഒരുക്കിയിട്ടുള്ളത്. കടിയേറ്റ ഭാഗം 15 മിനിറ്റോളം സോപ്പ് വെള്ളത്തിൽ കഴുകിയാൽ രോഗാണുക്കൾ 90% നശിക്കുമെന്ന് സോണി പറയുന്നു. ഇതറിയാതെയാണ് ഭൂരിഭാഗം ആൾക്കാരും ചികിത്സ തേടുന്നത്. കടിയേറ്റ വ്യക്തി അപകടാവസ്ഥയിലാകുന്നത് ഇങ്ങനെയാണെന്നും സോണി പറയുന്നു. കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ പ്രദേശത്ത് തെരുവ് നായ ശല്യം കേരളത്തിൽ മാത്രമല്ല മൊത്തം എല്ലാ സ്ഥലങ്ങളിലും തെരുവ് നായയുടെ ശല്യം കൂടുതലാണ്. അതുകൊണ്ടുള്ള പട്ടികടിയും അതുപോലെ പൂച്ചകടിയും മരണമൊക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സാധാരണയായിട്ട് പോസ്റ്റർ, ബാനർ അല്ലെങ്കിൽ മൈക്രോ പബ്ലിസിറ്റി പല സ്ഥലങ്ങളിലുള്ള കുടുംബശ്രീയിലാണെങ്കിലും കിട്ടാവുന്ന ആൾക്കാരൊക്കെ വെച്ചിട്ടുള്ള ബോധവൽക്കരണം അതുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു ബോധവൽക്കരണ മാർഗം ചെയ്യണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെയും കൂടി നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു മോഡൽ ചെയ്തത്. മനസ്സിൽ പതിയുന്ന രൂപങ്ങളും ശബ്ദവിന്യാസവും സന്ദർശകരെ ആഴത്തിൽ സ്വാധീനിക്കുമെന്നാണ് സോണിയുടെ സാക്ഷ്യം. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ നായയുടെ കടിയേറ്റ് അപകടാവസ്ഥയിലാകുന്നുണ്ട്. പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പലർക്കും വിനയാകുന്നത്. ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്ത് 12-ാം വാർഡിൽ ശങ്കുണ്ണിയുടെ മകനാണ് സോണി. മുൻ ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടറായ സോണി ജില്ലാ മെഡിക്കൽ ഓഫീസ്, NRHM, മാസ് മീഡിയ എന്നിവർക്കായി നിരവധി പ്രദർശനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബോധവൽക്കരണ ശില്പങ്ങൾ പലരും ഒരുക്കിയിട്ടുണ്ടെങ്കിലും സെൻസറുമായി ബന്ധിപ്പിച്ചുള്ള ശില്പനിർമ്മിതി ഇന്ത്യയിൽ ആദ്യമാണെന്നാണ് സോണിയുടെ പക്ഷം. ശില്പം കാണാൻ ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. സോണിയുടെ പെയിൻറ്റിങ്ങുകളും ശില്പങ്ങളും നേരത്തെയും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ചിത്രകാരനും ശില്പിയുമായ ശങ്കുണ്ണി കണ്ണർകാടിൻ്റെ മകനാണ് സോണി.